സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയേകി വിഷുവെത്തും മുൻപേ നാട്ടുവഴികളിലെല്ലാം കണിക്കൊന്നകൾ പൂത്തുനിറഞ്ഞു. സാധാരണ പണ്ടുകാലങ്ങളിൽ ഏപ്രിൽ മുതൽ മെയ് വരെ വിരിയുന്ന കണിക്കൊന്നകളാണ് ഈയിടെയായി മാർച്ച് മാസത്തിൽ തന്നെ പൂത്തുലഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനമാകാം പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ. എന്നാൽ ഈ മാറ്റങ്ങളാൽ വിഷുക്കണി ഒരുക്കും നേരം കണിക്കൊന്നകൾ ലഭിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതേസമയം ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിപണിയിൽ കൃത്രിമ കണിക്കൊന്നകളും സുലഭമാണ്. എന്നാൽ നാട്ടിൻപുറങ്ങളിലെ കണിക്കൊന്നയുടെ ഈ വർണ്ണക്കാഴ്ച ഏവരുടെയും കൺകുളിർപ്പിക്കുന്ന വിസ്മയ കാഴ്ചയാണ്. ഇങ്ങനെ കുലകുലിയായി താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മഞ്ഞപ്പൂക്കളാണ് കണിക്കൊന്നയെ ഏറെ ആകർഷകമാക്കുന്നത്. മേടം 1 വിഷുക്കണി ഒരുക്കാൻ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് കൊന്നപ്പൂവ്. ഇതില്ലാതെ മലയാളികൾക്ക് വിഷുക്കണി പൂർത്തിയാകില്ല. തിടമ്പെടുത്തു നിൽക്കുന്ന കൊമ്പന്റെ ഗമയും സ്ഥാനവുമാണ് മലയാളികൾ വിഷുക്കണിയിൽ കൊന്നയ്ക്ക് നൽകുന്നത്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം എന്നതിലുപരി തായ്ലാന്റിന്റെ ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവും കണിക്കൊന്നയാണെന്ന പ്രത്യേകത കൂടി എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ഔഷധ ഗുണങ്ങളിലും കണിക്കൊന്ന ഒരു താരമാണ്.